പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മലയാളം യൂണിറ്റ് 3 മഹിതത്തിലെ പത്തായം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ചെയ്യാം. ആദ്യമായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പാഠഭാഗത്തിന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ, കൃഷി ഉപകരണങ്ങളുടെ ഉപയോഗം എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി കൃഷിയുമായി ബന്ധപ്പെട്ട ആധുനിക യന്ത്രങ്ങളും അവയുടെ ഉപയോഗങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ചില ഉപകരണങ്ങൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും അല്ലേ? നോക്കൂ, ട്രാക്ടർ നിലം ഉഴുതുമറിക്കുന്നതിന്, നിലം നിരപ്പാക്കുന്നതിന്. അതുപോലെ തന്നെ പവർ ടില്ലർ നിലം ഉഴുതുമറിക്കുന്നതിന്, നിലം നിരപ്പാക്കുന്നതിന്. പിറ്റ് ഡിഗർ കുഴി കുത്തുന്നതിന്. സോയിങ് മെഷീൻ വിത്ത് വിതയ്ക്കുന്നതിന്. സീഡർ വിത്ത് നടുന്നതിന്. ഹാർവെസ്റ്റർ കൊയ്തെടുക്കുന്നതിന്. സ്പ്രെയർ കീടനാശിനി തളിക്കുന്നതിന്. വീഡർ കള പറിക്കുന്നതിന്. ഷെല്ലർ കുരു പൊളിക്കുന്നതിന്. ഇനി ഏതൊക്കെ ഉപകരണങ്ങളാണ് ഉള്ളതെന്ന് കൂട്ടുകാർ കണ്ടെത്തി കൂട്ടിച്ചേർക്കുമല്ലോ. അടുത്തതായി പാഠപുസ്തകത്തിലെ പേജ് 42 കണ്ടുമുട്ടിയാൽ എന്ന പ്രവർത്തനം നോക്കൂ. പലതരം കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. നിലമുഴുതിരുന്ന കലപ്പയും വെള്ളം കോരിയിരുന്ന തേക്കുകൊട്ടയും കണ്ടുമുട്ടിയാൽ എന്തൊക്കെ സംസാരിക്കും? സംഭാഷണം എഴുതണം അല്ലേ? ഈ സംഭാഷണം വായിക്കൂ. കലപ്പ: എന്റെ ചങ്ങാതി, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഹോ, ഞാൻ വെറുതെ ഇരുന്ന് മടുത്തു. തേക്കുകൊട്ട: ഞാനും മടുത്തു. പഴകി നശിക്കാൻ തുടങ്ങി. കൃഷിയുണ്ടായിരുന്ന ആ നല്ല കാലം നമുക്ക് എന്തുത്സാഹമായിരുന്നു അല്ലേ? കലപ്പ: അതെ അതെ, ഇന്ന് നമ്മളെയൊക്കെ മനുഷ്യർക്ക് വേണ്ടാതായി. ഇപ്പോൾ എല്ലാം യന്ത്രങ്ങളല്ലേ പണി ചെയ്യുന്നത്. തേക്കുകൊട്ട: ഇപ്പോൾ മനുഷ്യർക്ക് കൃഷിയോട് താല്പര്യമില്ലാതായി. കലപ്പ: എല്ലാം പണം കൊടുത്താൽ വാങ്ങാൻ കിട്ടും, പിന്നെ എന്തിനാ കഷ്ടപ്പെടുന്നത്. തേക്കുകൊട്ട: എനിക്ക് പകരം മോട്ടോർ പമ്പുകൾ വന്നതിൽ പിന്നെ മനുഷ്യർക്ക് പണി എളുപ്പമായി. സ്വിച്ച് ഇട്ടാൽ മതിയല്ലോ. കലപ്പ: ശരിയാ, ട്രാക്ടർ വന്നതിൽ പിന്നെ എന്നെയും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. തേക്കുകൊട്ട: അതെ അതെ, ഇന്നിപ്പോൾ പണിയെടുക്കാൻ വയലുകളും ഇല്ലല്ലോ. എല്ലാം മനുഷ്യർ നികത്തി ഫ്ലാറ്റുകൾ പണിതില്ലേ. കലപ്പ: നമ്മുടെ ആ നല്ല കാലം, അത് മറക്കാനാകുമോ നമുക്ക്? അതുപോലൊരു കാലം തിരിച്ചു വരുമോ? തേക്കുകൊട്ട: നമ്മെ ആർക്കും വേണ്ടെങ്കിലും ആ പഴയ കൃഷിക്കാലം, അതെങ്കിലും തിരികെ വന്നാൽ മതിയായിരുന്നു. കലപ്പ: വയലുകൾ നിറഞ്ഞു നിൽക്കുന്ന ആ നല്ല കാലം തിരിച്ചു വരും, നമുക്ക് കാത്തിരിക്കാം. കൂട്ടുകാരെ, നിങ്ങളും ഇതുപോലെ സംഭാഷണം ഉണ്ടാക്കി എഴുതണം കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. രാത്രി പത്തായത്തിന് മുകളിൽ പായ വിരിച്ചു കിടന്ന ഉണ്ണിയോട് പത്തായം പതുക്കെ സ്വന്തം കഥ പറഞ്ഞു തുടങ്ങി. ഒരാൾ സ്വന്തം കഥ പറയുന്നതിന് എന്താണ് പറയുക? ആത്മകഥ അല്ലേ? നിങ്ങൾ ഇതുവരെ ആരുടെയെങ്കിലും ആത്മകഥ വായിച്ചിട്ടുണ്ടോ? ആത്മകഥ എന്ന് കേട്ടിട്ടുണ്ടോ? ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. പത്തായം ഉണ്ണിയോട് പറഞ്ഞ ആത്മകഥ നോക്കൂ. കൃഷിക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരുന്ന കാലം. ഒരു പഴയ കർഷക കുടുംബത്തിലാണ് എൻ്റെ ജനനം. വർഷങ്ങൾക്ക് മുമ്പ് മിടുക്കനായ ഒരു മൂത്താശാരി ഒത്ത പ്ലാവിൻ തടി കൊണ്ടാണ് എന്നെ നിർമ്മിച്ചത്. അന്ന് ഓരോ വീട്ടിലും എനിക്ക് വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ആഹാരത്തിനുള്ള നെല്ലും കൃഷിക്കുള്ള വിത്തുകളും സൂക്ഷിക്കാനാണ് എന്നെ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. കൂടാതെ വിലപിടിപ്പുള്ള വസ്തുക്കളും സമ്പാദ്യങ്ങളും സൂക്ഷിക്കുന്നതിന് എന്നെ ഉപയോഗിച്ചിരുന്നു. അന്നൊക്കെ കൃഷിക്കാലമായാൽ എൻ്റെ വയറു നിറയും. ആ കാലം എന്തു സന്തോഷമായിരുന്നെന്നോ. വീട്ടിലെ കാരണവർ എൻ്റെ മുകളിൽ പായ വിരിച്ച് കിടക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കാർഷിക സംസ്കൃതി ഇല്ലാതായതോടെ എൻ്റെ അവസ്ഥയും വളരെ ദയനീയമായി. എൻ്റെ വേദന ആരോട് പറയാനാണ്? വീടിനകത്തെ സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഉപയോഗമില്ലാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ഞാൻ. പാറ്റയുടെയും എലിയുടെയും മറ്റു ചെറിയ ജീവികളുടെയും താവളമായി മാറിയ എൻ്റെ വയറിൻ്റെ വേദന ആര് മനസ്സിലാക്കാനാണ്? ചിലർ എന്നെ പൊളിച്ചെടുത്ത് എൻ്റെ തടി മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഈ കുടുംബം കൃഷിയിൽ ഏറെ സജീവമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. ഇതുപോലെ കൂട്ടുകാരും പത്തായത്തിന്റെ ആത്മകഥ സ്വന്തമായി എഴുതുമല്ലോ. അതുകൂടാതെ കൂട്ടുകാർ നിങ്ങളുടെ ആത്മകഥയും എഴുതണേ. ആരാണ് ഈ പാഠഭാഗം എഴുതിയതെന്ന് കൂട്ടുകാർക്കറിയാമോ? ആരാണ്? മുരളീധരൻ തഴക്കര അല്ലേ? അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നോക്കൂ, 1959 ആലപ്പുഴ ജില്ലയിലെ തഴക്കരയിലാണ് മുരളീധരൻ തഴക്കര ജനിച്ചത്. അദ്ദേഹം കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് കൃഷിശാസ്ത്രത്തിൽ ബിരുദം നേടി.
1992 കോഴിക്കോട് ആകാശവാണിയിൽ ഫാം റേഡിയോ റിപ്പോർട്ടറായി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് 1998 തിരുവനന്തപുരം ആകാശവാണിയിൽ കാർഷിക വിഭാഗം പ്രോഗ്രാം എക്സിക്യൂട്ടീവായി സേവനം അനുഷ്ഠിച്ചു. ആകാശവാണി നിലയത്തിലെ ഏറെ ജനപ്രിയ പരിപാടിയായിരുന്ന വയലും വീടും 28 വർഷം തുടർച്ചയായി അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഫാം ജേർണലിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം രചനാത്മക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. കൃഷിയിലെ നാട്ടറിവ്, തേൻ നുകരാം, പണം നേടാം, ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ, പഴമൊഴി പെരുമ, വിളകൾ വന്ന വഴികൾ, സ്മൃതിഗന്ധികൾ പൂക്കുമ്പോൾ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. റേഡിയോ ഡോക്യുമെന്ററി ദേശീയ അവാർഡ്, നാളികേര വികസന ബോർഡിന്റെ അവാർഡ്, സംസ്ഥാന ശ്രാവ്യമാധ്യമ പുരസ്കാരം എന്നീ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇതുപോലെ കൂട്ടുകാരും കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കണം കേട്ടോ. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ലൈക്ക് ചെയ്യുക. പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.